നമുക്ക് ഒറ്റ കുട്ടിയാണുള്ളതെങ്കിൽ ആ കുട്ടിയെ പേരൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ആലോചിക്കാം. എനിക്ക് ഒരു കുട്ടിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പേരൻറ്റിങ് ചെയ്യുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പേരൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആവശ്യമായ ചേഞ്ചസുകൾ വേണ്ടി വരുന്ന, നമുക്ക് എപ്പോഴും ഒരേപോലെ ഒന്നും ഒരേ പേരൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് സാഹചര്യങ്ങളെന്ന് നോക്കിയിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ സിംഗിൾ ചൈൽഡിനെ പറ്റി പ്രത്യേകമായിട്ട് പറയാനായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തിടെയായിട്ട് ഇങ്ങനെ ഞാൻ കാണുന്ന ചില ഒറ്റ കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റി പറയാനാണ്. നമ്മൾ പൊതുവേ അവരെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അവരുടെ ലോൺലിനെസ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും. പക്ഷേ അവരെ പേരൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായതാവാം, നമ്മൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഒരുപാട് മിസ്കാരേജുകൾ സംഭവിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടിയാവാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കുട്ടി മതിയെന്ന് നമ്മൾ തീരുമാനിച്ചു, അപ്പോൾ ആ കുട്ടിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുകയാണ്. ഇങ്ങനെ പല രീതിയിലാണല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും പല പേരൻസിൻ്റെയും ഒരു രീതിയെപ്പറ്റി ഈ കുട്ടികൾ, സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്ന ഈ കുട്ടികൾ പറയുന്നതാണ്, എന്നെ അമിതമായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടെന്ന്. കാരണം ഞങ്ങൾക്കൊരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടി എല്ലാത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക, എല്ലാത്തിനും മിടുക്കനോ മിടുക്കിയായി തീരുക, ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ആ കുട്ടിയുടെ ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പേരൻസ് സ്വാഭാവികമായിട്ടും വിചാരിക്കും. ഈ പേരൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ പെർഫെക്ഷൻ വിചാരിക്കുന്ന പേരൻസ്, അവർ വളരെ ഒരു പെർഫെക്ഷനിസ്റ്റുകളായിട്ടുള്ള പേരൻസ് ആയിരിക്കും. അവർക്ക് എല്ലാത്തിലും കുട്ടി ഒന്നാമതെത്തണം, ഒരു കുറവുകളും വരാൻ പാടില്ലെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും. പല കുട്ടികളും പറയും അവരുടെ പേരൻസ് മറ്റു കുട്ടികളുമായിട്ടും എന്നെ കമ്പയർ ചെയ്യുന്നു, ഒരിടത്ത് പോലും ഫെയിൽ ആവാനായിട്ട് എന്നെ സമ്മതിക്കുന്നില്ല, ഇവർ കംപ്ലീറ്റ്ലി എന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, ഞാൻ ഒരാളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്നെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കില്ല, എന്നെ ഞാൻ വലുതായതിനു ശേഷവും, ചിലപ്പോൾ ആ കുട്ടിക്ക് 25 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ 15 വയസ്സോ ഏത് പ്രായം ആയിക്കോട്ടെ, ആ പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇവർ അനുവദിക്കാതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്ന അവസ്ഥയും സംഭവിക്കാറുണ്ട്. അതിന് ഭാവിയിൽ ഈ കുട്ടി ഒരു അഡൽഹുഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടി വളരെയധികം ഈ പേരൻസിനോട് അകന്ന് അവരോട് മിണ്ടുക പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറാറുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ട ഒരു ഗെയിമിന് ജോയിൻ ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല, എന്നെ ഒന്നും സമ്മതിച്ചില്ല. അവർക്ക് എപ്പോഴും പേടിയായിരുന്നു, എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, എന്താവും, അങ്ങനെ പേടിച്ചൊന്നും എന്നെ സമ്മതിച്ചില്ല. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ ഒന്നും ആയില്ല ലൈഫിൽ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തില്ല എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഇവർ പറയുമ്പോൾ ഇത്രയല്ല, അവർ വളരെ ഇമോഷണലായി ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയായിരിക്കും അവരുടെ പേരൻസിനുമായിട്ടുള്ള അവരുടെ അനുഭവത്തെ പറ്റി അവർ പറയാറ്. പേരൻസ് അപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെൻറ്റാലിറ്റി കാണിക്കും. അതിൻ്റെ കുഴപ്പം വരുന്നത് അതെന്ന് പറഞ്ഞാൽ, ഇവർ വലുതായിട്ടും സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കാനോ ഒരു നല്ല ബുദ്ധിയും കഴിവുള്ള കുട്ടികളായിട്ട് പോലും നല്ലൊരു കോഴ്സ് ചെയ്തിട്ട് മുന്നോട്ട് വരാനോ അവർ ജീവിതത്തിൽ അച്ചീവ്മെൻറ്റ് ഫീലിംഗ് വരുന്ന പോലെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയാതെ വരുന്നു. ഇവർ മിക്ക സമയം വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നു, ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലാതാവുന്നു, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള സ്വഭാവമായിരിക്കും മിക്ക ആളുകൾക്കുള്ളത്. അവരങ്ങനെ ആയി പോകുന്ന അവസ്ഥ. ഇപ്പോൾ എല്ലാ സിംഗിൾ ചൈൽഡും ഇങ്ങനെയാണെന്നല്ല, അതുപോലെ തന്നെ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ ഈ പ്രശ്നം വീടുകളിൽ ഉണ്ടാവില്ലെന്നും അല്ല. ഇത് പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മൾ കുറച്ചുകൂടി, ഇപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറച്ചുകൂടി നമ്മൾ അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ പൊട്ടൻഷ്യൽസ് അവർക്ക് മനസ്സിലാവാനും അവർക്ക് ലൈഫിൽ ഒരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാവാനായിട്ടും സഹായകരമാകുന്നത്. നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ ഗൈഡ് ചെയ്യുകയും അവർക്ക് സ്വാതന്ത്ര്യം ഒട്ടും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് അവർക്ക് ഞാനൊന്നും ആയില്ല എന്നുള്ള ചിന്ത ഉണ്ടാവാനായിട്ട് കാരണമായി തീരും. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ സ്വയം സംശയിക്കുന്ന, അച്ചീവ്മെൻ്റ് ഒന്നും തന്നെ ഇല്ലാത്ത വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർക്ക് എപ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഒരു മീനിങ് ഫുൾ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് അവർക്ക് കഴിയുകയുള്ളൂ.